ശാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. വളരെ നാളുകളായി നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ദൈവവചനം പരിചിന്തനം നടത്തുകയും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയണം, മാറ്റങ്ങളുണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഇന്നും അതുതന്നെയാണ് തുടരുന്നത്. ദൈവത്തിൻ്റെ വചനമടങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥം ഒരക്ഷയ ഖനിയാണ്. ഏത് കാലത്തിൽ ആര് വായിച്ചാലും എത്ര വായിച്ചാലും ഒരിക്കലും തീരാത്ത നിക്ഷേപങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരക്ഷയ ഖനി. ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് വായിച്ച് പരിചിന്തനം നടത്തുന്നത്. ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങളിതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ ഏത് രീതിയിൽ പ്രഘോഷിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരതിനെ കാണുന്നത്? ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് യാതൊരു സംശയവുമില്ലാത്ത വിധം ബോധ്യപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം. ഞങ്ങളത് സ്വന്തം ചെവി കൊണ്ട് കേട്ടു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, സൂക്ഷിച്ച് ഞങ്ങൾ നോക്കി, കൈകൊണ്ട് സ്പർശിച്ചു. ചുരുക്കത്തിൽ ഈ പറയപ്പെടുന്ന കാര്യം തങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്, തങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഏത് രീതിയിലാണ് യേശുവിനെക്കുറിച്ച് പറയേണ്ടത്? അല്ലെങ്കിൽ ക്രൈസ്തവരായ നമ്മൾ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരിൽ കാണുന്നവരിൽ ക്രൈസ്തവരല്ലാത്തവരും ഉണ്ടാകാം. ഏതായാലും ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തി യേശുവിനെക്കുറിച്ച് എങ്ങനെ പറയണം? സ്വന്തം അനുഭവത്തിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞത്. ആ ഇന്ദ്രിയങ്ങൾ കാണാനുള്ള ഇന്ദ്രിയം, കേൾക്കാനുള്ള ഇന്ദ്രിയം, സ്പർശിക്കാനുള്ള ഇന്ദ്രിയം, ഘ്രാണിക്കാനുള്ള ഇന്ദ്രിയം, അങ്ങനെ ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിഞ്ഞ വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. നമ്മൾ ക്രൈസ്തവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കേട്ടോ? നമ്മളുടെ ചെവി കൊണ്ട് കേട്ട് കാണുമായിരിക്കാം,
പക്ഷേ കേട്ടാലും അത് മനസ്സിലായോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് യേശുവിനെ മനസ്സിലായോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ പള്ളിയിൽ സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കുന്നു, എന്തുമാത്രം കൺവെൻഷനുകൾ കൂടുന്നു, എന്തുമാത്രം ധ്യാനങ്ങൾ കൂടുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഏതെല്ലാം പ്രസംഗത്തിലൂടെ കേൾക്കുന്നു. നമ്മളൊരു പക്ഷേ പാട്ട് ഭക്തിഗാനങ്ങളിലൂടെ കേൾക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ യേശുവിനെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ കേവലം നമ്മളുടെ ഒരു ചെവിയിലൂടെ കടന്ന് മറു ചെവിയിലൂടെ ഇറങ്ങിപ്പോവുകയാണോ ചെയ്തത്? അതോ നമ്മളിൽ യേശു ഏതെങ്കിലും തരത്തിലുള്ള അവിടെ അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ പതിക്കുവാൻ തക്ക വിധം നമ്മളെ സ്പർശിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, കേൾക്കാനുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ഈശോയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ കേവലം അത് കടന്നുപോയാൽ പോരാ. ആ യേശുവിൻ്റെ ചൈതന്യം അവിടെ നമ്മുടെ ചെവിക്കുള്ളിൽ മനസ്സിൽ പതിയണം. നമുക്കറിയാം, ഈ മത്സ്യങ്ങൾ എതിലെയാണ് ശ്വസിക്കുന്നത്? അവർക്ക് മൂക്കില്ല. പകരം അവരുടെ ചികളകളിലൂടെയാണ് ശ്വസിക്കുന്നത്. ഈ ഒരു ചികളയിലൂടെ കടന്നു പോകുന്ന ജലത്തിലുള്ള ഓക്സിജനാണ് അവർ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നത്. മറു ചികളയിലൂടെ അത് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ ചികളയിലൂടെ ജലം കടന്നു പോകുമ്പോൾ അതിലുള്ള ഓക്സിജനെ ഇവർ ആഗിരണം ചെയ്യും. എന്നിട്ട് ബാക്കിയാണ് പിന്നെ പുറത്തേക്ക് വിടുക. ഇതുപോലെ തന്നെ നമ്മൾ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കേവലം അത് കേട്ട് മറുചെവിയിലൂടെ ഇറങ്ങിപ്പോകാതെ നമ്മൾക്ക് അതിലുള്ള യേശുവിൻ്റെ അരൂപിയെ ആഗിരണം ചെയ്യാൻ കഴിയുക. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണവും പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ചേരുന്നില്ല. ദഹനപ്രക്രിയയിലൂടെ ആ ഭക്ഷണത്തിലെ പോഷകങ്ങൾ, വിറ്റാമിനുകളൊക്കെ നമ്മുടെ രക്തത്തിലേക്ക് കലർന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരും. അത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ഒക്കെ ഉപകരിക്കുന്നു. പിന്നീട് വേസ്റ്റായിട്ട്, പാഴ്വസ്തുവായിട്ട്, വിസർജന വസ്തുവായിട്ട് കുറേ വസ്തുക്കൾ പോകും. അപ്പോൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഇപ്രകാരം ഉപയോഗമില്ലാത്ത കാര്യങ്ങളാണ് പോകുന്നത്. അതിലുള്ള എല്ലാ പോഷകങ്ങളും ശരീരം വലിച്ചെടുത്തു നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, ഏത് രീതിയിലുള്ള വചനം കേൾക്കുമ്പോഴും അതിൽ നിന്ന് ഈ യേശുവിൻ്റെ അരൂപിയെ നമുക്ക് ആഗിരണം ചെയ്യാൻ കഴിയുമ്പോഴാണ് അത് നമുക്ക് വളർച്ചയ്ക്ക് ഉപകരിക്കുന്നത്. വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഒരു ഗാനം നമ്മൾ കേൾക്കുമ്പോൾ, അത് ആസ്വദിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, യേശുവിൻ്റെ വചനങ്ങൾ ഇപ്രകാരം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ് നമ്മുടെ ആ ജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം. അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടു എന്ന് പറയാൻ കഴിയുക. ഈ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഞങ്ങൾ അങ്ങനെ കേട്ട കാര്യങ്ങളാണ് പറയുന്നത്. യേശുവിനെക്കുറിച്ച് ഞങ്ങൾ കേട്ട കാര്യങ്ങൾ. അവർ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതാണ്. ആരെങ്കിലും ഒരു മൂന്നാമതൊരാൾ പറഞ്ഞു തന്നതല്ല, ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞതല്ല. നേരെ മറിച്ച് ഞങ്ങൾ തന്നെ കണ്ടതാണ്. ഞങ്ങൾ തന്നെ കണ്ടു ഇതെന്താണെന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ കാണുന്ന കാര്യങ്ങൾ പല രീതിയിൽ കാണാം. ഉദാഹരണത്തിന്, എന്തെങ്കിലും ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള വ്യക്തികൾ, അതായത് ചിലർക്ക് ചില നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റുകയില്ല. അപ്പോൾ ചുവന്ന നിറത്തെ തിരിച്ചറിയാൻ പറ്റാത്തൊരു വ്യക്തി ചുവന്ന ഒരു വസ്ത്രം കാണുമ്പോൾ അത് ചുവന്ന വസ്ത്രമായിട്ടല്ല കാണുക, അതിനെ വേറെ വല്ല നിറത്തിലുമാണ് കാണുക. ഇതുപോലെ തന്നെ ഈ കളർ മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തികൾക്കൊരിക്കലും ആ കളറ് ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവിനെയും ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നമ്മൾ യേശുവിനെ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറവുകളുണ്ടായാൽ അത് നമുക്ക് ശരിയായ രീതിയിൽ കാണുവാനായിട്ട് കഴിയുകയില്ല.
സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമായില്ല. ആ കണ്ടത് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അപ്പോൾ നമ്മളുടെ കണ്ണുകൾ ശരിയായിട്ടുള്ളതാണ്, കാഴ്ചയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട്. അപ്പസ്തോലന്മാർക്ക് ആദ്യകാലത്ത് ഈ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 16-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്, ഇനി മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ അല്ല കാണുന്നത്. ഞങ്ങളങ്ങനെ കണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. യേശുവിനെ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കണ്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ അല്ല കാണുക. നേരെ മറിച്ച് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ദൈവികമായ കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് കാണുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ യേശുവിനെയും മറ്റുള്ളവരെയും ഒക്കെ ശരിയായ കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ രീതിയിലായിരിക്കും യേശുവിനെ മനസ്സിലാക്കുക. അപ്പോൾ കണ്ടതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ആ കാഴ്ചയിൽ കുറവുകളില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. 2 കൊരിന്ത്യർ 5:16 ഞാൻ വായിക്കാം. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് ഇപ്രകാരം ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് ശരിയായ കാഴ്ചപ്പാടാണ് എന്ന്, കാണലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. യേശുവിനെ ശരിയായി തിരിച്ചറിയുക. നമുക്കറിയാം, നമ്മൾ ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ എന്തുമാത്രം സഭാവിഭാഗങ്ങളാണ്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാണുന്നതിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിന് അനേകം തർജ്ജമകളുണ്ട്. ഓരോ സഭാവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള തർജ്ജമകളുണ്ട്. ഈ തർജ്ജമകളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. ഒരു വാക്ക് തന്നെ പല രീതിയിൽ തർജ്ജമ ചെയ്യാം. അതിൻ്റെ നേരിയ അർത്ഥവ്യത്യാസം മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ആ അർത്ഥവ്യത്യാസം അനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറും. യേശുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും. ഇന്ന് നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമുക്കൊക്കെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ കാണുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ അത് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിനൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള മാനമുണ്ട്. യേശുവിനെ മനസ്സിലാക്കുന്നതിന് വസ്തുനിഷ്ഠമായൊരു മാനമുണ്ട്. കേവലം ഒരു ബൈബിൾ വായിച്ച് മനസ്സിലാക്കാവുന്ന ഒന്നല്ലത്. വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളൂ ബൈബിളിൽ. ബാക്കി കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുക? അത് നമ്മുടെ ആദിമ സഭ മുതലുള്ള ഇന്ന് വരെയുള്ള ആളുകളുടെ, ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്നാണ്. അപ്പോൾ ആ ജീവിതത്തെ ഔദ്യോഗികമായിട്ട് നിയന്ത്രിക്കുന്നൊരു സംവിധാനം നമുക്കുണ്ട്. ഇതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലേ നമുക്ക് വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന വിവിധങ്ങളായിട്ടുള്ള ശരിയല്ലാത്ത കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകുന്നവർ, അവർ കണ്ടെങ്കിലും ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താനൊരു മാനദണ്ഡമില്ലാതെ പോയി. നമ്മളെ സംബന്ധിച്ച്, കത്തോലിക്കരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറയുവാനുള്ളൊരു മാനദണ്ഡം. അത് ബൈബിൾ മാത്രമല്ല, പ്രത്യേക നമ്മുടെ ആദിമസഭയുടെ ജീവിതകാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പാരമ്പര്യം മുഴുവനുമുണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ കണ്ട കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതിനെ അവഗണിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വഴിതെറ്റിപ്പോയെന്ന് വരാം. അതുകൊണ്ട് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതുമായ കാര്യങ്ങൾ എന്ന് യോഹന്നാൻ പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഇതാണ്: കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ.
വീണ്ടും പറയുകയാണ്, സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ കാര്യങ്ങൾ, സൂക്ഷിച്ച് വീക്ഷിച്ചതുമായത്. നമുക്കറിയാം, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാവണമെന്നില്ല. നമുക്ക് രാത്രിയിൽ നടന്നു പോകുമ്പോൾ കാണുന്ന വസ്തുക്കളെല്ലാം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. ചിലത് കാണുമ്പോൾ പാമ്പാണെന്ന് തോന്നും, ചിലത് വേറെ വല്ലതുമാണെന്ന് തോന്നും, ചിലത് നമ്മുടെ മനസ്സിലുള്ള പിശാചിൻ്റെ ചിത്രമായിട്ട് നമ്മൾ കണ്ടെന്ന് വരും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് വീക്ഷിക്കണമെന്നാണ് പറയുന്നത്. സൂക്ഷിച്ച് വീക്ഷിക്കണം. കർത്താവിനെ നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കുക. നമ്മളുടെ കണ്ണുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ണ് തുറന്ന് കാണാൻ പരിശ്രമിക്കുക. സൂക്ഷിച്ച് വീക്ഷിക്കുന്നത് കേവലം ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ടാണ്. യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് ഉൾക്കാഴ്ചകളാണ് വേണ്ടത്, ഉൾക്കണ്ണുകൾ. ഈ ഉൾക്കണ്ണുകൊണ്ട് കാണുമ്പോഴേ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കണം. നിരന്തരമായിട്ട് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. കാണുന്നതിനെ പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കരുത്, കേൾക്കുന്നതിനെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവസാന വിധിനാളിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ദേ ക്രിസ്തു ഇവിടെയുണ്ട്, ദേ ക്രിസ്തു അവിടെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്യാവൂ. വെറുതെ കേൾക്കുന്നിടത്തേക്കെല്ലാം ഓടരുത്. എന്താണ് നമ്മൾ കേൾക്കുന്നത് എന്ന് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കണം. എന്നിട്ടാണ് അതിൻ്റെ പിന്നാലെ പോകേണ്ടത്. പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യം എന്താണ്? എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയുമില്ലാതെ അതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം അത്ഭുതം എപ്പോഴും മനുഷ്യർക്ക് താല്പര്യമുള്ള വിഷയമാണ്, പ്രത്യേകിച്ചും രോഗശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വീക്ഷിച്ച് നോക്കണം, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കത് ശരിയാവണ്ണം മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകണം, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം. നമുക്കറിയാം, ഔദ്യോഗികമായിട്ടുള്ള ആ കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, തലശ്ശേരി അതിരൂപതയിലെ ഒരു ഇടവകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എണ്ണയും തേനും ഒക്കെ കിട്ടുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം കിട്ടുന്നു. ഇതേക്കുറിച്ചെല്ലാം ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ആളുകൾക്ക്. പലരും പല രീതിയിൽ പറയാൻ തുടങ്ങി. കുറേ പേര് പറഞ്ഞത് അത് ശരിയല്ല, തട്ടിപ്പാണ്. വേറെ കുറേ പേര് പറഞ്ഞു അതങ്ങനെയല്ല, അമ്മ കൃത്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്, അമ്മയുടെ അനുഗ്രഹം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവസാനം എന്ത് ചെയ്തു? തലശ്ശേരി അതിരൂപതയുടെ അഭിവന്യ പിതാവ് അതേ സംബന്ധിച്ച് പഠിക്കുവാനായിട്ട് ഒരു കമ്മീഷനെയൊക്കെ ഏൽപ്പിച്ചു. ആ കമ്മീഷൻ അതേക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ശേഷം അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അതേക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും കൊടുത്തു. അപ്പോൾ ആ വിശദീകരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂക്ഷിച്ച് വീക്ഷിക്കാനുള്ള ഉപാധിയായിട്ടുള്ളത്. ഇനി നമ്മൾ ആ പ്രത്യേക സംഭവത്തെ നോക്കിക്കാണേണ്ടത് നമ്മുടെ പിതാവ് തന്ന നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം. അതിലൂടെ നമ്മൾ നോക്കിക്കാണാൻ പരിശ്രമിക്കുക. അതിനെ നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ പിന്നെ നമുക്ക് യാതൊരു അന്ത്യവും ഉണ്ടാവില്ല. അത് നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഓരോ കാര്യത്തെയും സൂക്ഷിച്ച് വീക്ഷിക്കുക, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണിത്. അങ്ങനെ സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. കൈകൊണ്ട് സ്പർശിച്ചതും. വചനത്തെ എങ്ങനെയാണ് സ്പർശിക്കുക? സ്പർശിക്കാൻ പറ്റും. യേശുവിനെക്കുറിച്ച് അവിടെ പറയുന്നത് വചനം മാംസമായതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ തീർച്ചയായിട്ടും സ്പർശിക്കാൻ പറ്റും. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അപ്പസ്തോലന്മാരെല്ലാവരും തന്നെ യേശുവിനെ സ്പർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചതാണ്. അതായത് അവൻ കേവലം ഒരു ഭൂതമൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ശരീരമില്ലാത്ത ഒന്നായിരുന്നില്ല. ഇതൊക്കെ എഴുതുന്ന കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഞങ്ങൾ സ്പർശിച്ചതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഭൂതത്താനൊന്നും ആയിരുന്നില്ല. അവൻ ശരിക്കുള്ളൊരു മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ, നമ്മുടെ കൂടെ ഭക്ഷിച്ച മനുഷ്യൻ, നമ്മളോടൊപ്പം നടന്നവൻ, നമ്മളോടൊപ്പം വേറെ ഓരോ കാര്യത്തിനായിട്ട് പോന്നവൻ. അതുകൊണ്ട് ഞങ്ങൾ സ്പർശിച്ച ഒരു മനുഷ്യനാണ്. ഇത് യോഹന്നാൻ പറയുന്നത് എന്തിനാണ്? കേവലം നമ്മൾ ഒരുതരം ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ വ്യാപൃതരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു സത്യമായിട്ടും നമ്മളെപ്പോലെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും യേശു ദൈവമാണ്. ആ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ക്രിസ്തുവിലുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കർത്താവ് നമ്മളെപ്പോലെ സഹിച്ച വ്യക്തിയാണ്.
അപ്പോൾ ഈ സഹനത്തിൻ്റെയൊക്കെ അർത്ഥം കർത്താവിന് നന്നായിട്ട് മനസ്സിലാകും. സന്തോഷത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. അതുപോലെ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. നമ്മുടെ പരസ്പര കരുതലിൻ്റെ അർത്ഥം കർത്താവിന് മനസ്സിലാകും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കർത്താവിന് മനസ്സിലാകും. കാരണം വെറുതെ ഒരു ഒരു ആത്മാവ് മാത്രമല്ല, അവിടുന്ന് ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഈ മാനുഷികത ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചറിഞ്ഞതാണ്. ചുരുക്കത്തിൽ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവമെന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, ഈശോയെ ഒരു മനുഷ്യനായിട്ടും കാണാൻ പറ്റണം. ഈശോയുടെ മനുഷ്യത്വം നമ്മൾ തിരിച്ചറിയണം. ആ മനുഷ്യത്തെ നമ്മൾ തിരിച്ചറിയുകയും അതുപോലെ നമ്മുടെ മനുഷ്യത്തെ രൂപപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക. എന്നിട്ടാണ് പിന്നെ യോഹന്നാൻ പറയുന്നത്, അങ്ങനെ കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ്റെ വചനം എന്താ? ജീവൻ എന്ന് പറയുന്നത് അതേക്കുറിച്ച് പിന്നീട് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. നിത്യജീവൻ, ആ നിത്യജീവനെക്കുറിച്ചാണ് പറയുന്നത്. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ആ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് ഞാൻ പല എപ്പിസോഡുകളിലും ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ കുറേ വർഷങ്ങളുടെ നീളമുള്ള ഒരു ജീവനല്ല, അങ്ങനത്തെ ജീവനല്ല നിത്യജീവൻ. പ്രത്യുത അത് ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസ്ഥയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ജീവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടു, പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ചുരുക്കത്തിൽ ഈ നിത്യജീവനും യേശുവുമൊക്കെ ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആ യേശുവിനോട് നമുക്ക് പങ്കാളിത്തമുണ്ടാകുമ്പോൾ നമ്മൾ ആ നിത്യജീവൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്? ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഇതാണ് നിത്യജീവൻ. നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവിടെ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാകും. നമ്മൾ കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ, സ്നേഹത്തിൽ ഒരുമിക്കുമ്പോൾ അവിടെ ക്രിസ്തുവുണ്ട്. ആ കൂട്ടായ്മയിൽ നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കാൻ കഴിയുന്നു. ദൈവികമായ ആ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിനെയാണ് നമ്മൾ നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്? ഞങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അനുഭവത്തെ നമുക്ക് എങ്ങനെയാണ് വിവരിക്കാൻ കഴിയുക? എളുപ്പമൊന്നുമല്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആ ഒരു പ്രത്യേക അനുഭവം, അത് എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്രൈസ്തവരായ നമുക്ക് നമ്മുടേതായ അനുഭവം അത് മുഴുവനായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതിലൂടെ അവരും യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് ആ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടക്കും. അത് മറ്റൊന്നുമല്ല, ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കലാണ്. ഈ ഭൂമിയിൽ തന്നെ നമ്മൾ സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലൊക്കെ ജീവിക്കലാണ്, കൂട്ടായ്മയിൽ ജീവിക്കലാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ, ഐക്യം, അത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം മറ്റൊന്നുമല്ല, 3 വ്യക്തികൾ, പക്ഷേ അതേ സമയത്ത് 3 പേരും യാതൊരു കുറവും കൂടുതലൊന്നും കൂടാതെ ഒരാളായിട്ടിരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? ഈ ഒരു സാധ്യതയാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മ ദൈവികമായ ജീവൻ്റെ അനുഭവമാണ്. ഈ കൂട്ടായ്മയിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. നമുക്ക് മനുഷ്യരെന്ന നിലയിൽ പൂർണ്ണമായിട്ടും ഇതൊന്നും സ്വീകരിക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേ സമയത്ത് അതിനെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. നമുക്ക് ലക്ഷ്യം വയ്ക്കാൻ കഴിയണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം. നല്ല മനസ്സുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ വിജയിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ അതിനെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുവാനും അനുഭവവേദ്യമൊക്കെ ആക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ നിത്യജീവൻ്റെ ആ അനുഭവം, ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ, അതുപോലെ അത് മറ്റുള്ളവർക്ക് നമ്മളിലൂടെ കാണാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ പിതാവേ, നീ നിൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുവല്ലോ. നിൻ്റെ ആ പുത്രനെ കേൾക്കുകയും കാണുകയും സ്പർശിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത
ശ്ലീഹന്മാരിലൂടെ അങ്ങ് ആ പുത്രനെ ഞങ്ങൾക്കും കാണിച്ചു തന്നുവല്ലോ. ആ പുത്രൻ്റെ വചനത്തിലൂടെ പിതാവെ അങ്ങ് ആരാണെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നുവല്ലോ. ആ പുത്രൻ്റെ അനുയായികളായിട്ട് തീർന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആ കൂട്ടായ്മയിലേക്ക്, നീയും നിൻ്റെ പുത്രനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ഞങ്ങളെയും പ്രവേശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളും ആ നീ പ്രദാനം ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവൻ അനുഭവിക്കുന്നവരും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമായി തീരട്ടെ. ആമേൻ.